വെക്റ്റർ കാൽക്കുലസിലെ ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു, അതിന് യൂസ് ചെയ്യുന്ന റൂൾസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് അതിനെ റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് പറയുന്നതിന് മുമ്പ് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്യാണ്. നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k ആൻഡ് ബി ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k. അപ്പോൾ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, ബോക്സ് പ്രോഡക്റ്റ് ഒക്കെ. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പം എ ഡോട്ട് ബി, അതായത് ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു നിങ്ങൾക്കറിയാം a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ക്രോസ് പ്രോഡക്റ്റ് a cross b equal to determinant of I j k a1 a2 a3 b1 b2 b3. നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ. പക്ഷേ ഈ എ ക്രോസ് ബി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്. ഇനി നമ്മളൊരു ബോക്സ് പ്രോഡക്റ്റും കൂടെ പഠിച്ചിട്ടുണ്ടാവും, എ ഡോട്ട് ബി ക്രോസ് സി, എ ഡോട്ട് ബി ക്രോസ് സി. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ബോക്സ് എ ബി സി എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇത് നമ്മൾ പറയുന്നത് അതിന് സി എന്ന് പറയുന്നൊരു വെക്ടറും കൂടെ വേണം. അപ്പോൾ ഞാൻ എന്നിട്ട് സി എന്ന് പറയുന്നൊരു വെക്ടർ എടുക്കുകയാണ്. സി ഈക്വൽ ടു c1i പ്ലസ് c2j പ്ലസ് c3k. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഡിറ്റർമിനൻ്റ് ഓഫ് a1 a2 a3 b1 b2 b3 ആൻഡ് c1 c2 c3 വാല്യൂവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യണമെങ്കിൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. ലെറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഫൈൻഡ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. അതായത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ച് ഭയങ്കര ടഫാണെന്ന് വിചാരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ വേണം? ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്, ആർ ഡാഷ് ഓഫ് ടിയും ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയും കാണണം. ഇത് രണ്ടും രണ്ട് വെക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് കിടക്കുക, എ ഡോട്ട് ബി ക്രോസ് സി. ഓക്കെ, ഇതാണ് ഈ തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന വെക്ടർ, ബി എന്ന് പറയുന്ന വെക്ടർ, ഇവിടെ സി എന്ന് പറയുന്ന വെക്ടർ. ഇത് ബോക്സ് പ്രോഡക്റ്റ് ആണ്. ബോക്സ് പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ അറിയാം, ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇത് കണ്ടിട്ട് കൺഫ്യൂഷൻ ആയി പോകരുത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സൊല്യൂഷൻ, നമുക്ക് ആർ ഓഫ് ടി എന്താണെന്ന് അറിയാലോ. ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മളത് ചെയ്യാം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു, ആർ ഡാഷ് ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ദിസ് വൺ, അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കാം. ഡി ബൈ ഡി ടി ഓഫ് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഇങ്ങനെ ഒന്നും എഴുതണ്ട കേട്ടോ, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് എഴുതുന്നത്. ഡി ബൈ ഡി ടി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ 1 ഇൻറ്റു ഐ എന്ന് വരും, പ്ലസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t ആണ് ജെ, പ്ലസ് ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ കെ. ഡെറിവേറ്റീവ്സ് നന്നായിട്ട് അറിയണം കേട്ടോ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ എന്താ കിട്ടുക? നമുക്ക് ഐ പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി നോക്കാം. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ബൈ ഡി ടി ഓഫ് ആർ ഡാഷ് ഓഫ് ടി വരും അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് ആർ ഡാഷ് ഓഫ് ടി, അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ആർ ഡാഷ് ഓഫ് ടീനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അതായത് ഡി ബൈ ഡി ടി ഓഫ് ഐ പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ. നമുക്ക് നോക്കാം. ഐയുടെ ഡെറിവേറ്റീവ് 0i പ്ലസ് 2tയുടെ ഡെറിവേറ്റീവ് 2j പ്ലസ് 3t സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 6t കെ. നമുക്ക് കിട്ടുന്ന ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്താണ്? ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2j പ്ലസ് 6tk ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന കാര്യം എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇങ്ങനെയല്ലേ തന്നിട്ടുള്ളത്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ബോക്സ് പ്രോഡക്റ്റും കൂടി വാല്യുവേറ്റ് ചെയ്തിട്ട് ഡി ബൈ ഡി ടി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ക്രോസ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ബോക്സ് പ്രോഡക്റ്റ്.
അപ്പോൾ നമുക്ക് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കമ്പോണൻസ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആർ ഓഫ് ടി എന്താണ്, ആർ ഓഫ് ടിയുടെ കമ്പോണൻസ് നോക്കാം. നമുക്ക് ടി സ്ക്വയർ ടി ക്യൂബ്. ഓക്കെ, ആദ്യം നമ്മൾ ആർ ഓഫ് ടിയുടെ കമ്പോണൻസ് എഴുതാം, അതായത് ടി സ്ക്വയർ ടി ക്യൂബ്. ഇനി ആർ ഡാഷ് ഓഫ് ടിയുടെ കമ്പോണൻസോ ദിസ് വൺ 1 2t, അതായത് ഐ എഴുതരുത്, 1 കോഎഫിഷ്യൻ്റ് ആണ് എഴുതേണ്ടത്, ഐയുടെ കോഎഫിഷ്യൻ്റ് 1 2t 3t സ്ക്വയർ 1 2t 3t സ്ക്വയർ. ഇനി ആ ഡബിൾ ഡാഷ് ഓഫ് ടിയുടെയോ, ഇവിടെ നമുക്ക് ഐയുടെ കോർഡിനേറ്റ് ഇല്ല, അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് മുകളിൽ നോക്കാം 0 2 60. ഓക്കെ, 0 2 60. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ. ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ, വിച്ച് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഈ കോളം ഈ റോയും ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിനെ ഈ ഒരു 2/2ൻ്റെ ഡിറ്റർമിനൻറ്റ് എഴുതുക. ദാറ്റ് ഈസ് 2t ഇൻറ്റു 60 മൈനസ് 2 ഇൻറ്റു 3t സ്ക്വയർ. ഓക്കെ, ഞാനിത് ഈ റോയിൽ കാണുന്നുണ്ട് കേട്ടോ, ഇത് കുറച്ചുകൂടി ഈസി ആയതുകൊണ്ടാണ്. ഇവിടെ ഞാൻ -1 ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു 60, അതായത് ഈ ഒരു റോയും ഈ ഒരു കോളവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ടി സ്ക്വയർ ഇൻറ്റു 60 മൈനസ് ടി ക്യൂബ് ഇൻറ്റു 2. അപ്പം ഞാൻ 2t ക്യൂബ് എന്ന് എഴുതി. ഇനി ഇവിടെ 0 അല്ലേ, +0 തന്നെ വരും. ഇവിടെ നമുക്ക് എന്താ കിട്ടുക, ടി ഇൻറ്റു 2t ഇൻറ്റു 60 12t സ്ക്വയർ മൈനസ് 6t സ്ക്വയർ മൈനസ് ഇവിടെ നമുക്ക് 6t സ്ക്വയർ, ഈ മൈനസും കൂടെ പ്ലസ് ആയിപ്പോയി, ബാക്കി നമുക്ക് 2t ക്യൂബ് എന്ന് എഴുതും. ഓക്കെ, ഇവിടെ ഒരു ടി സ്ക്വയർ ഇൻറ്റു ടി വരുമ്പോൾ ടി ക്യൂബ് വരില്ലേ, ഞാൻ വെച്ച് തെറ്റിപ്പോയി. ഇവിടെ നമുക്ക് 12 ഇൻറ്റു ടി ക്യൂബ് മൈനസ് 6 ഇൻറ്റു ടി ക്യൂബ് മൈനസ് 6 ഇൻറ്റു ടി ക്യൂബ് പ്ലസ് 2t ക്യൂബ് എന്ന് വരും. അപ്പോൾ നമുക്ക് 6t ക്യൂബ് ഇത് 12t ക്യൂബ് -6, അതായത് ഇതെല്ലാം കൂടെ 0 ആയിപ്പോൾ, ബാക്കി വരുന്നത് നമുക്ക് 2t ക്യൂബ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു വലിയ ഫംഗ്ഷൻ എന്തായിട്ട് മാറി, 2t ക്യൂബായിട്ട് മാറി. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിട്ട് മാറി, വിച്ച് ഇസ് ഈക്വൽ ടു 2t ക്യൂബായിട്ട് മാറി. ഇനി നമുക്ക് ഇതിൻ്റെ d/dt അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. d/dt ഓഫ് ആർ ഓഫ് ടി ആർ ഡാഷ് ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു d/dt ഓഫ് 2t ക്യൂബ്. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഇത് ഈസി അല്ലേ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 3 ടൈംസ് 2 into 3t square, that is equal to 6t square. This is the answer. Simple ആണ്, ഇതൊന്നും കണ്ടിട്ട് പേടിക്കരുത്. Okay. Next question, let r1 of t equal to cos ti plus sin tj plus tk and r2 of t equal to I plus tk. Then verify the following. d/dt of r1 of t dot r2 of t equal to dr1 by dt dot r2 of t plus r1 of t dot dr2 by dt. Then d/dt of r1 of t cross r2 of t equal to dr1 by dt cross dr2 of t plus r1 of t cross dr2 by dt. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, പക്ഷെ സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, r1ഉം r2 ഉണ്ട്, നമുക്കതിൻ്റെ ഡെറിവേറ്റീവ്സ്, അതായത് നമുക്ക് dr1 by dt-യും dr2 by dt-യും ഒക്കെ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ചെയ്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു r1 of t r2 of t എന്ന് എഴുതാം. r1 of t ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ളത് cos ti പ്ലസ് sin tj പ്ലസ് tk. പിന്നെ നമുക്ക് r2 of t തന്നിട്ടുള്ളത് i പ്ലസ് tk. അപ്പം ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എനിക്കിവിടെ r1 ഡോട്ട് r2 എന്താണെന്ന് അറിയണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അത് കണ്ടുപിടിക്കുകയാണ്. r1 of t ഡോട്ട് r2 of t ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. a ഡോട്ട് b കണ്ടുപിടിക്കാൻ ഈ വീഡിയോ തന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാം, നമുക്കിതിൻ്റെ i കമ്പോണൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് j കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് k കമ്പോണൻസ് അല്ലേ. ഇവിടെ നമുക്ക് ഇവിടുത്തെ i കമ്പോണൻറ്റ് കോസ് ടി ആണ്, ഇൻറ്റു ഇവിടുത്തെ i കമ്പോണൻറ്റ് 1 ആണ്, പ്ലസ് ഇവിടുത്തെ j കമ്പോണൻറ്റ് സൈൻ ടി ആണ്, താഴെ j കമ്പോണൻറ്റ് ഇല്ല, അപ്പോൾ 0, ഇവിടുത്തെ t താഴെയും t.
ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് ടി പ്ലസ് ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ R1 ഡോട്ട് R2 എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ഇൻറ്റു R2 ഓഫ് ടി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കതും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ഡോട്ട് R2 ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ. ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ഡോട്ട് R2 ഓഫ് ടി ഇതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെയിം ആണോ കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിനി വേണ്ടത് dr1 ബൈ ഡി ടി ആണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് R1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി ടി. ഇതിനെ ഒന്ന് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. കോസ് ടിയുടേത് മൈനസ് സൈൻ ടി ഐ പ്ലസ് സൈൻ ടിയുടേത് കോസ് ടി ജെ പ്ലസ് കെ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് dr2 ബൈ ഡി ടിയും കൂടെ വേണം. അതായത് ഡി ബൈ ഡി ടി ഓഫ് R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പ്ലസ് ടി കെ ആണ്. ഐ പ്ലസ് ടി കെ. അപ്പോൾ നമുക്കിവിടെ ഡി ബൈ ഡി ടി ഓഫ് ഐ പ്ലസ് ടി കെ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഐയുടെ ഡെറിവേറ്റീവ് 0 പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് 1k. ദാറ്റ് ഈസ് കെ എന്ന് മാത്രം കിട്ടുള്ളൂ. കെ. ഇനി നമുക്ക് ഈ ഒരു RHSനോട് ഈക്വൽ ആണോ നോക്കാം. RHS എന്താ കിട്ടുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് LHSനോട് ഈക്വൽ ആണോ നോക്കിയാൽ മതി. നമ്മുടെ RHS എന്ന് പറഞ്ഞാൽ ഇതാണ് dr1 ബൈ ഡി ടി ഡോട്ട് R2 ഓഫ് ടി പ്ലസ് R1 ഓഫ് ടി ഡോട്ട് dr2 ബൈ ഡി ടി. അപ്പം നമ്മളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. dr1 ബൈ ഡി ടി എന്താ കിട്ടിയത്? dr1 ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് cos t j plus k into R2 of t dot R2 of t കേട്ടോ. ഡോട്ട് R2 of t നമുക്കത് ഓരോന്നായിട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ ലിബറൽ ആവുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. dr1 ബൈ ഡി ടി ഡോട്ട് R2 of t പ്ലസ് R1 of t ഡോട്ട് dr2 ബൈ ഡി ടി. നമുക്ക് ഓരോന്നായിട്ട് ഇതെന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് dr1 ഡോട്ട് R2നോട് ഈക്വൽ ആണോ നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇതാദ്യം നോക്കാം. dr1 ബൈ ഡി ടി ഡോട്ട് R2 ഓഫ് ടി. അതായത് നമുക്ക് dr1 ബൈ ഡി ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ ഡോട്ട് R2 ഓഫ് ടി. R2 ഓഫ് ടി എന്ന് പറയുന്നത് ഐ പ്ലസ് ടി കെ ആണ്. ഐ പ്ലസ് ടി കെ. നമ്മളിതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഇവിടെ ഐത്ത് കമ്പോണൻറ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ടി എന്ന് വരും. ഇവിടെ ജെ കമ്പോണൻറ്റ് ഇല്ല, അപ്പോൾ 0 ആയിപ്പോയി. കെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ടി വരും. മൈനസ് സൈൻ ടി പ്ലസ് ടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സെക്ഷനും കൂടെ ചെയ്യാം. R1 ഓഫ് ടി ഡോട്ട് dr2 ബൈ ടി. R1 ഓഫ് ടി ഡോട്ട് dr2 ബൈ ഡി ടി. ഇനി R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? R1 നമുക്ക് തന്നിട്ടുള്ളത് കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ. ഇനി ഡോട്ട് നമ്മൾ dr2 ബൈ ഡി ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് കെ. അപ്പോൾ നമ്മളിതിനെ ഐ കമ്പോണൻറ്റും ജെ കമ്പോണൻറ്റും ഇല്ല, ടി കമ്പോണൻറ്റ് കെയുടെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ടി ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി കെ എന്ന് മാത്രം. ടി കെ ഇല്ല, ടി മാത്രം. ഓക്കെ, ഇനി നമ്മളിത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? ഇതാണ് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് dr1 ബൈ ഡി ടി R2 ഓഫ് ടി പ്ലസ് R1 ഓഫ് ടി ഇൻറ്റു dr2 ബൈ ഡി ടി. ഇതൊക്കെ ഡോട്ടാണ് കേട്ടോ, ഡോട്ട് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം എന്ന്. dr1 ബൈ ഡി ടി R2 ഓഫ് ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് സൈൻ ടി പ്ലസ് ടി. ഇവിടെ പ്ലസ് ടി, ഇത് ടി കിട്ടി. അതായത് മൈനസ് സൈൻ ടി പ്ലസ് 2t. ഇത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്? ഓക്കെ, അപ്പോൾ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ഡോട്ട് R2 ഓഫ് ടി എന്ന് കിട്ടും. ദിസ് ഇസ് ദ ആൻസർ. രണ്ടാമത്തെ സെക്ഷനിൽ ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ക്രോസ് R2 ഓഫ് ടി ഈക്വൽ ടു dr1 ബൈ ഡി ടി ക്രോസ് R2 ഓഫ് ടി
പ്ലസ് R1 ക്രോസ് dR2/dt. കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ R1 എന്താണെന്നറിയാം, R2 എന്താണെന്നറിയാം. നമുക്ക് ഫസ്റ്റ് R1 ക്രോസ് R2 എന്താണെന്ന് കണ്ടുപിടിക്കാം. R1 ക്രോസ് R2 I J K. ഇവിടെ നമുക്ക് I കമ്പോണൻറ്റ് കോസ് ടി, ഇവിടെ സൈൻ ടി, ഇവിടെ ടി, ഇവിടെ I കമ്പോണൻ്റ് ഇല്ല 0, സോറി I കമ്പോണൻ്റ് ഉണ്ട് 1, J കമ്പോണൻ്റ് 0 ടി. ഓക്കെ, നമുക്കിതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. I ഇൻറ്റു ടി സൈൻ ടി മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു ടി കോസ് ടി മൈനസ് ടി പ്ലസ് കെ ഇൻറ്റു 0 മൈനസ് സൈൻ ടി. അതായത് നമുക്ക് കിട്ടുന്നത് ടി സൈൻ ടി ഐ മൈനസ് ടി കോസ് ടി മൈനസ് ടി ജെ പ്ലസ് അല്ല മൈനസ് എഴുതാം സൈൻ ടി കെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ d/dt കണ്ടുപിടിക്കണം. അപ്പം d/dt ഓഫ് R1 ക്രോസ് R2 വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ d/dt കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പം ടി ഇൻറ്റു സൈൻ ടി ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫംഗ്ഷൻ, ഇത് അടുത്ത ഫംഗ്ഷൻ. സോ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. അപ്പം അതായത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി പ്ലസ് സൈൻ ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഐ മൈനസ് ഇവിടെ നമ്മളിതാ ടി കോസ് ടിയിൽ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പം ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി ഇൻറ്റു 1 മൈനസ് 1 ജെ മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി കെ. ഓക്കെ, ഇതാണ് നമ്മളുടെ d/dt വരുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒന്ന് വൃത്തിക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ടി കോസ് ടി പ്ലസ് സൈൻ ടി ജെ അല്ല ഐ മൈനസ് ഇവിടെ നമുക്ക് ആദ്യം കോസ് ടി എഴുതാം. കോസ് ടി മൈനസ് ടി സൈൻ ടി മൈനസ് 1 ജെ മൈനസ് കോസ് ടി കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അതായത് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ RHS കണ്ടുപിടിക്കണം. RHS ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് dR1/dt ക്രോസ് R2 പ്ലസ് R1 ക്രോസ് dR2/dt. ഇതെന്താണെന്നും കൂടെ ചെക്ക് ചെയ്യാം നമ്മൾ. അതിന് വേണ്ടിയിട്ട് നമുക്ക് R1 എന്തായിരുന്നു, R1 ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ അല്ലേ. നമുക്ക് ആദ്യം dR/dt കണ്ടുപിടിക്കാം. dR1/dt ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. നമ്മൾ R2 എന്തായിരുന്നു, R2 കൂടെ എഴുതട്ടെ. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പ്ലസ് ടി കെ. ഇത് ഒത്തിരി ഉണ്ടല്ലേ ചെയ്യാൻ. അപ്പോൾ നമുക്ക് dR1/dt ക്രോസ് R2 എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ജെ കെ. ഇവിടെ നമുക്ക് മൈനസ് സൈൻ ടി, ഇവിടെ കോസ് ടി, ഇവിടെ 1, ഇവിടെ നമുക്ക് ഐ 1 0 ടി. അതായത് ഓരോന്നിനെയും കോഎഫിഷ്യൻ്റ് എഴുതും കേട്ടോ, അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാത്തത്. ഐ ഇൻറ്റു ഇവിടെ നമുക്ക് ടി കോസ് ടി മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു മൈനസ് ടി സൈൻ ടി മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു 0 മൈനസ് കോസ് ടി ദാറ്റ് ഈസ് മൈനസ് കോസ് ടി. അപ്പോൾ നമ്മളിതിനെ ഒന്ന് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഐ ഇൻറ്റു ടി കോസ് ടി മൈനസ് ജെ ഇൻറ്റു മൈനസ് ടി. ഇവിടെ ഞാൻ ഈ മൈനസിനെ ഔട്ട്സൈഡ് എടുത്തിട്ട് ഈ രണ്ടിടത്തും മൈനസ് അല്ലേ, അപ്പോൾ ഞാൻ ഇതിനെ പ്ലസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും, ടി സൈൻ ടി പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ. ഇവിടെ മൈനസ് കോസ് ടി കെ. ഓക്കെ, ഞാനിവിടെ ഐയും ജെ ഒക്കെ താഴോട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഐ, ഇവിടെ ജെ. ഓക്കെ, ടി കോസ് ടി ഐ പ്ലസ്
ടി സൈൻ ടി പ്ലസ് 1 ഇൻറ്റു ജെ മൈനസ് കോസ് ടി കെ. ഇനി നമ്മൾ ആർ ടു ഓഫ് ടി, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ടു ഓഫ് ടി ഈക്വൽ ടു ഐ പ്ലസ് ടി കെ. ഇനി ഡി ആർ ടു ബൈ ഡി ടി ദറ്റ് ഈസ് ഈക്വൽ ടു ടി കെ എന്ന് പറയുമ്പോൾ കെ മാത്രം വരിക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം ആർ വൺ ഓഫ് ടി ക്രോസ് ഡി ആർ ടു ബൈ ഡി ടി. അതായത് ആർ വൺ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഐ ജെ കെ, ആർ വൺ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ടി സൈൻ ടി ടി, പിന്നെ ഡി ആർ ടു ബൈ ഡി ടിയുടെ കമ്പോണൻസ് 0, 0, 1 ആണ് വരിക. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ ഇൻറ്റു സൈൻ ടി എന്ന് വരും അല്ലേ. ഐ ഇൻറ്റു സൈൻ ടി മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു കോസ് ടി പ്ലസ് കെ ഇൻറ്റു 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ടി ഐ മൈനസ് കോസ് ടി ജെ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്താണ് ടി കോസ് ടി ഐ പ്ലസ് ടി സൈൻ ടി പ്ലസ് 1 ജെ മൈനസ് കോസ് ടി കെ പ്ലസ് പിന്നെ ഇതും കൂടെ സൈൻ ടി ഐ മൈനസ് കോസ് ടി ജെ. ഓക്കെ, ഇവിടെ എന്താ കിട്ടുക, ഈ ഐയുടെ ടേംസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലോ. ടി കോസ് ടി പ്ലസ് സൈൻ ടി, ഇത് ഐ ആണേ, ഐ പ്ലസ് ഇവിടെ നമുക്ക് ടി സൈൻ ടി പ്ലസ് 1 മൈനസ് കോസ് ടി. ഇവിടെ നമുക്ക് ടി സൈൻ ടി പ്ലസ് 1 മൈനസ് കോസ് ടി ജെ, ഇനി മൈനസ് കോസ് ടി കെ. നമുക്കിത് ആദ്യത്തെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി കോസ് ടി പ്ലസ് സൈൻ ടി ഐ മൈനസ് കോസ് ടി മൈനസ് ടി സൈൻ ടി മൈനസ് 1 ജെ മൈനസ് കോസ് ടി കെ. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇവിടെ നമ്മൾ മൈനസ് ഒക്കെ എടുത്ത് പ്ലസ് ആക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരത് തിരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ടി കോസ് ടി പ്ലസ് സൈൻ ടി ഐ, എന്നിട്ട് ഞാനൊരു മൈനസിന് ഔട്ട്സൈഡ് എടുത്തു, അപ്പോൾ എനിക്ക് കോസ് ടി മൈനസ് ടി സൈൻ ടി മൈനസ് 1 ഐ മൈനസ് കോസ് ടി കെ എന്നായിട്ട്. ഇത് തന്നെയാണ് നമ്മളുടെ LHS. ഓക്കെ, ഇത് ഒത്തിരി വലിയ പ്രോബ്ലം ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യും. ഇത് ചെയിൻ റൂളിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഫൈൻഡ് ഡി ആർ ബൈ ഡി ടി ഇഫ് ആർ ഓഫ് എസ് ഈക്വൽ ടു കോസ് 2s ഐ പ്ലസ് സൈൻ 2s ജെ പ്ലസ് ഇ റേസ് ടു മൈനസ് 3s കെ ആൻഡ് എസ് ഈക്വൽ ടു ടി റേസ് ടു 4. നമ്മൾ ചെയിൻ റൂളിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ചെയിൻ റൂൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എസും എസ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടിയും ആണെങ്കിൽ നമ്മൾ ചെയിൻ റൂൾ കണ്ടുപിടിക്കുന്നത് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഡി ആർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചെയിൻ റൂൾ, ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇത് കണ്ടുപിടിച്ചാൽ മാത്രം മതി, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഡി ആർ ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ. നമുക്കൊന്നും കൂടെ എഴുതാം ആർ ഓഫ് എസ് എന്താണെന്നൊക്കെ. ആർ ഓഫ് എസ് ഈക്വൽ ടു കോസ് 2s ഐ പ്ലസ് സൈൻ 2s ജെ പ്ലസ് ഇ റേസ് ടു മൈനസ് 3s കെ. അപ്പം നമുക്ക് ഡി ആർ ബൈ ഡി എസ് ആണ് ചെയ്യേണ്ടത്. ഡി ആർ ബൈ ഡി എസ് ഫസ്റ്റ് കണ്ടുപിടിക്കാം, ഒരു ഡി എസ് ബൈ ഡി ടി എഴുതാം. ഓക്കെ, ഡി ആർ ബൈ ഡി എസ് കണ്ടുപിടിച്ചേ. ഇപ്പോൾ കോസ് 2sൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2s ഇൻറ്റു 2i പ്ലസ് സൈൻ 2sൻ്റെ ഡെറിവേറ്റീവ് കോസ് 2s ഇൻറ്റു 2j പ്ലസ് ഇ റേസ് ടു മൈനസ് 3sൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റേസ് ടു മൈനസ് 3s ഇൻറ്റു 3k. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ നിവൃത്തിക്ക് എഴുതാം. മൈനസ് 2 സൈൻ 2s ഐ പ്ലസ് 2 കോസ് 2s ജെ മൈനസ് 3 ഇ റേസ് ടു മൈനസ് 3s കെ. അപ്പോൾ നമ്മൾ ഡി ആർ ബൈ ഡി എസ് കണ്ടുപിടിച്ചു. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഡി എസ് ബൈ ഡി ടി വേണം. അതിന് വേണ്ടിയിട്ട് എസ് എന്താ നമുക്ക് തന്നിട്ടുണ്ട്, എസ് ഇസ് ഈക്വൽ ടു ടി റേസ് ടു 4 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഡി എസ് ബൈ ഡി ടിയും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ,
ds/dt is equal to നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നമ്മളിങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും d/dt of t raised to 4 that is equal to 4t cube. എങ്ങനെയാണ് നമ്മൾ dr/dt കണ്ടുപിടിക്കുക dr/dt equal to dr/ds into ds/dt. അപ്പോൾ നമുക്ക് dr/ds ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ഇതായിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ds/dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കാര്യം ഇതാണ് -2 sin 2si plus 2 cos 2sj minus 3e raised to minus 3sk into ds/dt. ds/dt എന്ന് പറഞ്ഞാൽ നമ്മൾ 4t ക്യൂബ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് നമ്മൾ കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ പക്ഷെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം, ഈ എസിനെ പിന്നെ നമ്മൾ t⁴ ടേംസിലോട്ട് മാറ്റി എഴുതണം. ഓക്കെ, എസിനെ, കാരണം ഇവിടെ ടിയുടെ ടേംസിൽ മാത്രമേ പിന്നെ ഫംഗ്ഷൻ വരാൻ പാടുള്ളൂ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും 4t ക്യൂബ് കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 4 × 2 8 -8t ക്യൂബ് സൈൻ 2, ഈ എസിന് പകരം ഞാൻ t⁴ തന്നെ കൊടുക്കും. ഓക്കെ, അപ്പോൾ സൈൻ 2⁴ ആയി. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4 × 2 8 തന്നെ വരും. 8t ക്യൂബ് കോസ് 2t⁴j മൈനസ് ഇപ്പം നമ്മൾ 4 × 3 12 വരും. e⁻³ ഓക്കെ, ദിസ് ഇസ് ദ റിക്വയർഡ് ആൻസർ. ഇനി നിങ്ങൾ ഡയറക്റ്റ് ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അതാണെങ്കിലും നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക, ഒരു പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, t⁴ ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടാമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് വേണമെങ്കിൽ ചെയ്യാം, ജസ്റ്റ് അതൊന്നും കൂടെ പറയാം. r(s) = cos 2si പ്ലസ് സൈൻ 2sj പ്ലസ് e⁻³ അപ്പോൾ നമുക്ക് ഈ എസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, t⁴ ആണെന്നറിയാം. അപ്പോൾ നമ്മളുടെ r(s) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിട്ട് മാറും cos 2t⁴i പ്ലസ് സൈൻ 2t⁴j പ്ലസ് e⁻³ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് dr/dt കണ്ടുപിടിച്ചാൽ മതി, നിങ്ങൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ടേ. അപ്പോൾ നമുക്കിവിടെ കോസിന് പകരം മൈനസ് സൈൻ 2t⁴ എന്ന് വരും. എന്നിട്ട് ഈ 2t⁴ ഡെറിവേറ്റീവ് ഒന്നുകൂടെ കണ്ടുപിടിക്കണം, അതായത് 2 × 4t³ ഓക്കെ, പ്ലസ് ഇവിടെ ഒരു ഐ ഉണ്ട്, പിന്നെ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് 2t⁴, പിന്നെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ 2t⁴ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ഇവിടെ എഴുതുന്നുണ്ട് 2 × 4t³ j പ്ലസ് ഇവിടെ നമ്മൾ e⁻³ ഡെറിവേറ്റീവ് ഇൻറ്റു പിന്നെ -3 അപ്പോൾ -3 × t⁴ 4t³ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇവിടെ 2 × 4 8 ആണ്, 8t³ മൈനസ് ഉണ്ട് സൈൻ 2t⁴ പ്ലസ് 8t³ കോസ് 2t⁴ മൈനസ് 12t³ e⁻³ ദിസ് ഇസ് ദ ആൻസർ. ഇത്രയാണ് നമ്മുടെ പ്രോബ്ലംസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സപ്ലിമെൻ്ററി പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.